ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമ ദേഷ്യത്തോട് കൂടിയിട്ട് ശ്രീകാന്തിനെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ വേദ തടഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ദയവേത് ഞാൻ പറയുന്നതനുസരിച്ച് ഇപ്പോൾ എടുത്ത് ചാടി ഒരു തീരുമാനങ്ങൾ എടുത്തിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് അവനെ കാണണം, എനിക്ക് അവനെ പേടിയാണെന്നാണ് വിചാരിച്ചിരുന്നെങ്കിൽ അല്ല, എനിക്കറിയാം അവനെ നേരിടാൻ എനിക്കറിയാടി എന്ന് പറയുന്നുണ്ട്, എനിക്കറിയാം വിക്രമിനെ അയാളെ നേരിടാനുള്ള കഴിവുണ്ടെന്ന്. പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ല. മറ്റു കുറച്ച് കാര്യങ്ങളോട് ഞാൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. കമ്പനിയുടെ പല ഷെയറുകളും എൻ്റെ പേരിലാണ്. ഈ വീടിൻ്റെ സ്വത്തുക്കളുടെ ഒരു ഭൂരിഭാഗം എൻ്റെ പേരിലേക്കാണ് വന്നു ചേരാൻ പോകുന്നത്. പക്ഷേ കമ്പനിയിൽ അവർ നടത്തിയ തട്ടിപ്പ് മുഴുവൻ എനിക്ക് അച്ഛൻ്റെ മുന്നിൽ പുറത്തു കൊണ്ടുവരണം. അതിന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. അത് ഞാനൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിയമത്തിൻ്റെ വഴി തന്നെ എനിക്ക് ചെയ്യണം. മാത്രമല്ല നിയമപരമായി അവരെ ജയിലിൽ അടയ്ക്കാൻ വേണമെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വിക്രമിന് ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വിക്രമ അടങ്ങുകയാണ്. അങ്ങനെ വേദ വിക്രമിനെ പിടിച്ചിങ്ങനെ ബെഡിലിരുത്താണ്. എന്നിട്ട് വിക്രമ പറയാണ്, ഞാൻ അമ്മയുടെ അടുത്ത് പോരുമ്പോൾ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇനി നീ പറയുന്നതനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ ഞാൻ. അപ്പോൾ അത് ഞാനിപ്പോൾ അനുസരിക്കുകയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ വേദ പറയും, ശരി, ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ കൂളാക്കുന്നുണ്ട് കേട്ടോ വേദനയല്ല വിക്രമിനെ വേദ കൂളാക്കുന്നുണ്ട്. ഈ സമയം പത്മവും ശങ്കരനാരായണനും കൂടിയിട്ട് വേദനെ റൂമിൻ്റെ അടുത്ത് വന്നിട്ട് നീ വിളിക്കുക എന്ന് പറയും കേട്ടോ. വേണ്ട, ശങ്കരേട്ടൻ തന്നെ വിളിക്കുക പറയും കേട്ടോ. അങ്ങനെ ശങ്കരനാരായണൻ വാതിൽമ തട്ടി വിളിക്കുകയാണ്, വേദേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണേ. അന്നേരം വേദ വന്നിട്ട് വാതിൽ തുറന്നു നോക്കുന്നുണ്ട്. എന്താ വെച്ചാൽ വാ, അകത്തേക്ക് വായോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അന്നേരം വിക്രമ വേഗം പുറത്തേക്ക് പോയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ വേദ ശങ്കരനാരായണൻ്റെ എടുത്ത് നിൽക്കുന്ന സമയത്ത് ശങ്കരനാരായണൻ പറയാണ്, വാ നമുക്ക് കുറച്ച് കാറ്റും വെളിച്ചൊക്കെ കൊണ്ട് പുറത്തുനിന്ന് സംസാരിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. പുറത്തേക്കൊന്നും പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ വേദനോട് ശങ്കരനാരായണൻ പറയുകയാണ്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങാണ് കേട്ടോ. സാധാരണ അച്ഛനമ്മമാരിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ മക്കളോടൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം നിന്നോട് എനിക്ക് അങ്ങനെ പറയേണ്ട അവസ്ഥ വന്നിട്ടില്ല. നീ പക്വതയോട് കൂടിയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളൊരു പെൺകുട്ടി തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നിട്ടില്ല എന്ന് പറയട്ടോ. അപ്പോൾ പത്മം പറയുന്നുണ്ട്, മോളെ, അച്ഛൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് പത്മം കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശങ്കരനാരായണൻ പറഞ്ഞു തുടങ്ങുകയാണേ, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ അന്ന് ഒരു ദിവസം, ആ ഒരു തലേദിവസം കുറച്ച് കാര്യങ്ങൾ നടന്നിരുന്നു. അതായത് ഇവിടെ ഈ വീട്ടിൽ വലിയൊരു ആഘോഷം നടന്നിരുന്നു. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ തലേദിവസം നിൻ്റെയും ദർശൻ്റെയും കല്യാണ നിശ്ചയം. അത് നിനക്ക് ഓർമ്മയില്ലേന്ന് ചോദിക്കുമ്പോൾ വേദ പറയാതൊക്കെ കഴിഞ്ഞു പോയതല്ലേ അച്ഛ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയാണ്, അത് കഴിഞ്ഞു പോയത് തന്നെയാണ്. പക്ഷേ എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, 2024 ഡിസംബർ 18 ആയിരുന്നു അത്, ആ വലിയൊരു ആഘോഷം ഇവിടെ നടന്നത്. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസമാണ് ലോകത്ത് ഒരിടത്തും സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു കാര്യം ഇവിടെ നടന്നത്. താലിയുടെ പവിത്രത കാത്തു സൂക്ഷിക്കാനുള്ള രീതിയിലാണ് നീ ഈ വീട്ടിൽ നിന്ന് വിക്രമിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയത് എന്ന് നീ മുത്തശ്ശിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചോ. പക്ഷെ ഞാനത് വിശ്വസിക്കുകയില്ല. നീ പക്ഷേ പോയത് എന്തിനാണ് എങ്ങനെയാണെന്നുള്ളതൊന്നും നീ ഇതുവരെ ഒരാളോട് പറഞ്ഞിട്ടുമില്ല. ഞാനതിനായിട്ട് ചോദിച്ചിട്ടുമില്ല. വിക്രമിൻ്റെ വീട്ടിലേക്ക് നീ പോയത് വിക്രമിനോട് പ്രതികാരം ചെയ്യാനാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ പോകെ നീ ആ വീട്ടിലെ ആളായി മാറി. എന്നേക്കാളും പത്മത്തിനേക്കാളും വലുതായി നിനക്ക് വിക്രമിൻ്റെ അച്ഛനും അമ്മയും മാറി. ഞങ്ങൾ അന്യരായി നീ കാണുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊടുക്കാൻ കേട്ടോ. ഇതൊക്കെ വിക്രം അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. വേദയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ ശങ്കരനാരായണൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വിക്രം എന്തെങ്കിലും മാറും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനും കാര്യങ്ങൾ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു തവണ ഞാൻ ദർശനോട് പറഞ്ഞിട്ടുണ്ട് വിക്രമിന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാവാനായിട്ട്. അതും അവൻ ചെയ്തിട്ടുണ്ട്. വിക്രമിനെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് അവൻ്റെ ജീവിതം, എന്തെങ്കിലും ഒരിക്കൽ അവൻ നന്നാവും എന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു നാടകം മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ നാടകത്തിൽ ഒരു വേഷം കൂടി കെട്ടേണ്ടി വരും. വിധവ എന്നൊരു വേഷം കൂടി നിനക്ക് ഈ നാടകത്തിൽ കെട്ടേണ്ടി വരും. നാടകമാണ് അവിടെ അരങ്ങേറുന്നതെന്നൊക്കെ ശങ്കരനാരായണൻ പറയുകയാണേ. വേറൊരക്ഷരം മിണ്ടുന്നില്ല കേട്ടോ, ഫുള്ള് കേട്ട് നിൽക്കുകയാണേ.
എന്നിട്ട് പറയുന്നുണ്ട് വിക്രം ഇപ്പോഴും ശ്രീനിവാസൻ പറയുന്നതനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗുണ്ട മാത്രമാണ്. അവനൊരിക്കലും മാറാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവന് ഒരിക്കലും മാറാൻ കഴിയില്ല എന്ന് അവൻ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ 1 വർഷത്തിനുള്ളിൽ നീ അവനെ മാറ്റിയെടുക്കണമായിരുന്നു. സാധാരണ ഒരു ജോലി ചെയ്തൊരു കുടുംബം നോക്കുന്ന ഒരാളായി മാറും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ അവൻ അതിന് തയ്യാറല്ല എന്നുള്ള കാര്യം അവൻ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. എൻ്റെ ഇടയ്ക്ക് പത്മ അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ ശങ്കരനാരായണൻ പറയണേ, നീ ദർശനം നോക്ക്, ദർശനം എത്ര നല്ല ഒരാളാണ്, ഇപ്പോഴും നീ വിളിക്കുന്നിടത്ത് കയറി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, അപ്പോൾ നീ ആലോചിച്ച് നോക്കൂ, വിക്രമാണോ ദർശനാണോ ഏറ്റവും ബെറ്റർന്ന്. നീ ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചു പോയില്ലേ, ഞാൻ ചന്ദ്രശേഖരനോട് പറഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ, ദർശനമായി ഒരു വിവാഹ ജീവിതമാണ് നിനക്ക് വിരിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ശങ്കരനാരായണ സംസാരിക്കുകയാണ്. അന്നേരം വേദ പറയാണ്, ഇത്രയും നേരം അച്ഛനല്ലേ സംസാരിച്ചത്, ഇനി ഞാൻ സംസാരിക്കാം, അച്ഛൻ അവസാനിപ്പിച്ചെടുത്ത് തന്നെ ഞാൻ തുടങ്ങാം. ശരിയാണ്, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു ദിവസം നിങ്ങൾ എന്നെ വിധവര വേഷം കെട്ടിച്ച് വിക്രമിൻ്റെ താലി പൊട്ടിച്ച് കളയുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അന്നത്തെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. വിക്രം ആ ഒരു സ്വപ്നത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ വേദ. നീ കാരണമാണ് ഞാൻ മരിക്കുന്നത് എന്ന് വിക്രം പറയുന്നുണ്ടല്ലോ. ആ ഒരു സ്വപ്നത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു സ്വപ്നം കണ്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റ് പുറത്തേക്ക് പോയപ്പോൾ ഞാനൊരു സംഭാഷണം കേട്ടു, എൻ്റെ അച്ഛനും ചേട്ടനും കൂടിയിട്ടുള്ളൊരു സംഭാഷണം. അന്നേരം ശങ്കരനാരായണൻ പറയുന്നുണ്ടല്ലോ, വിക്രമിനെ കൊല്ലണം, ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവനെ ഇല്ലാതാക്കണം എന്നുള്ള കാര്യം പറയുന്നത് വേദ കേട്ടു എന്നുള്ള കാര്യം ശങ്കരനാരായണനോട് തുറന്നു പറയുകയാണേ. അന്ന് ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് മനസ്സിലാക്കി. അച്ഛന് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ വിധിന്യായങ്ങൾ നടപ്പിലാക്കാനൊക്കെ അച്ഛന് നന്നായിട്ട് അറിയാം. പക്ഷേ അച്ഛൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ അച്ഛനത് ചെയ്യാൻ പറ്റില്ല. അച്ഛൻ്റെ വിധിന്യായങ്ങൾ പലതും ഞാൻ വായിച്ചിട്ടുണ്ട് പഠിക്കാനായിട്ട്. പക്ഷേ ഒരിക്കലും അച്ഛൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഒരു താലിച്ചരട് കെട്ടിയെന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയതല്ല. പകരം ഒരു ജീവന് കാവൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്, പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോയത് എന്ന് പറയാൻ കേട്ടോ. അന്നേരം വിക്രം ഇത് കേട്ടിട്ട് ആകെ പൊട്ടിക്കരയാണ് കേട്ടോ. തൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് വേദ ആ വീട്ടിലേക്ക് കയറി വന്നതെന്നുള്ളൊരു സത്യം വിക്രം ആ സമയത്ത് അറിയാണ്. അതിനുശേഷം വേദ പറയുന്നുണ്ട്, അച്ഛനിപ്പോൾ പറഞ്ഞല്ലോ വിക്രമിൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായി മാറി, നിങ്ങൾ അന്യരായിന്ന്. ഒരിക്കലും ഒരു മക്കളും സ്വന്തം അച്ഛനമ്മനേക്കാളും വേറൊരു അച്ഛനമ്മനെ ഒന്നും സ്നേഹിക്കൂല അച്ഛ. പിന്നെ ആ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ആ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ അച്ഛൻ വിക്രമം ചെയ്ത കാര്യങ്ങൾക്കൊക്കെ അനുകൂലിച്ചൊന്നിട്ടൊന്നല്ല നിന്നിട്ടുള്ളത്. വിക്രമം ചെയ്ത ആക്രമണങ്ങൾക്കൊക്കെ പ്രതികൂലമായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. ഒരിക്കലും തെറ്റുകളുടെ കൂട്ടത്തിൽ ആ അച്ഛൻ നിന്നിട്ടില്ല. അതാണ് ആ അച്ഛനും ഇവിടുത്തെ അച്ഛനും തമ്മിലുള്ള വ്യത്യാസം. അച്ഛൻ നീതിന്യായങ്ങൾ നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിലും അച്ഛനാണ് ചെയ്തത് തെറ്റാണ്. കാരണം അച്ഛൻ ഇങ്ങനെ വിധി ന്യായങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ഒരാൾ വേറൊരാളെ കൊല്ലാനായിട്ട് ഏർപ്പാടാക്കാന്നുള്ളത് ഒരു വലിയ തെറ്റ് തന്നെയാണ് എന്ന് പറയും. പിന്നെ അച്ഛൻ പറഞ്ഞല്ലോ, നാടകമാണ് ഞാൻ അഭിനയിച്ച് തീർക്കുന്നത്. നാടകം നടക്കുന്നത് ഇവിടെയല്ല. ഞാൻ ശരിക്കും ജീവിതം എന്ന് പറയുന്നത് വിക്രമിൻ്റെ വീട്ടിലാണ്, പക്ഷേ നാടകം നടക്കുന്നത് ഇവിടെയാണ്. പക്ഷേ അത് കണ്ടുപിടിക്കാനുള്ള കഴിവ് അച്ഛനില്ലാതെ പോയത് എൻ്റെ തെറ്റല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വേദം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ശങ്കരനാരായണന് മനസ്സിലാവുന്നില്ല കേട്ടോ, എന്താണ് ഈ വേദ പറയുന്നതിൻ്റെ അർത്ഥങ്ങളെന്ന്. എന്തായാലും ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ മുഖംമൂടി ഇവിടെ വലിച്ചു കീറപ്പെടും. അത് ഞാൻ ഇപ്പോൾ തൽക്കാലം അത് ചെയ്യുന്നില്ല. കാരണം കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്. അതിനെനിക്കൊരു സമയം വേണം. എന്തായാലും കുറച്ച് കൂടെ അച്ഛൻ ക്ഷമിക്കണം, എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. തൽക്കാലം ഞാനിപ്പോൾ പോകുകയാണെന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വേദ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിട്ട്. ഇതൊക്കെ കേട്ടിട്ട് വിക്രം അവിടെ ഇരുന്ന് പോകുകയാണ് കേട്ടോ. ഇങ്ങനെ സങ്കടപ്പെട്ട് കരയാണ്. വേദയാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് വരുമ്പോൾ വിക്രത്തിനെ കാണുന്നില്ല. നോക്കുമ്പോൾ മുകളിലത്തുള്ള വാതിൽ തുറന്നെടുക്കണമെന്ന് വേദയ്ക്ക് മനസ്സിലാവും അപ്പുറത്തുണ്ടെന്ന്. എന്തായാലും അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വേദ തൻ്റെ ബെഡിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബെഡിൽ വന്നിരുന്നിട്ട് കരയാണേ. അപ്പോൾ അതേ സമയം തന്നെ വിക്രമ് തൊട്ടപ്പുറത്തിരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് കരയാണ് കേട്ടോ. വേദയ്ക്ക് ഇത്രമാത്രം സ്നേഹം തന്നോട് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട്. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ്. ശ്രീകാന്തും ചന്ദ്രശേഖരനും സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ വന്നിട്ടുണ്ടെന്ന് അവിടുത്തെ പിഒ വന്ന് പറയുമ്പോൾ വരാൻ പറയുന്നു കേട്ടോ. അപ്പോൾ ജോണിയാണ്, അതായത് നമ്മുടെ വാസവൻ്റെ കൂടെയുള്ള വാസവൻ്റെ വലങ്കൈ ആയിട്ടുള്ള ആൾ. വായു എന്ന് പറയും കേട്ടോ.
അങ്ങനെ അതെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ജോണി എന്ന് പറയാൻ കേട്ടോ. എന്താ ഇൻഫോർമേഷൻ എന്ന് ചോദിക്കുമ്പോൾ പുളിക്കൻ നാഗർകോവിലുണ്ടെന്നുള്ള വിവരം കിട്ടി. വിക്രമിൻ്റെ കൂട്ടുകാരാണ് ആ വിവരം വാസവനോട് ഒന്ന് പറഞ്ഞെന്ന് പറയട്ടോ. അപ്പോൾ വാസവനും വിക്രമിൻ്റെ കൂട്ടുകാരും ഒന്നായോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ എന്തായാലും വിക്രം അല്ലാതെ ചെയ്തതെന്നുള്ള കാര്യം വാസവന് മനസ്സിലായിട്ടുണ്ടെന്ന് ജോണി പറയും കേട്ടോ. അപ്പോൾ ശങ്കരനാരായണനല്ല നമ്മൾ ചന്ദ്രശേഖരൻ പറയുകയാണെ ഒരു കാര്യം ചെയ്യി, നാഗർകോവിലേക്ക് വിക്രമിൻ്റെ കൂട്ടുകാരോട് പോകാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. വാസവൻ പറഞ്ഞിട്ടുണ്ട് അവരോട് പോകാനായിട്ട്. അപ്പോൾ താനും കൂടെ പോക്കുമെന്ന് പറയും കേട്ടോ. അതെന്നോട് ഓൾറെഡി വാസവൻ പറഞ്ഞിട്ടുണ്ട് എന്നോടും കൂടി അവരെ കൂടെ പോകാനായിട്ട്. അങ്ങനെയാണെങ്കിൽ താനും കൂടെ അവരെ കൂടെ പോകണം, എന്നിട്ട് വിവരങ്ങൾ അപ്പം അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞയക്കാണ്. അതിനുശേഷം ചന്ദ്രശേഖരൻ പറയാണ് ഇവരെ കൂടെ തന്നെ നമ്മളും ഉണ്ടാവണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും നമ്മളോ എന്ന് ചോദിക്കേണ്ട. അതെ നമ്മളല്ലാണ്ട് നമ്മളും കൂടെ ഇവരെ കൂടെ പോയാലേ കാര്യങ്ങൾ നമുക്കും കൂടെ മനസ്സിലാവുള്ളൂ ശ്രീകാന്തിനോട് പറയുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. പിന്നീട് പ്രമോണ് കാണിക്കുന്നത്. പ്രമോയിൽ വിക്രം അവിടെ നിന്ന് വരുമ്പോൾ വേദ അവിടെ നിന്ന് കരയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി വിക്രം വേദന കെട്ടിപ്പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നീട് കുറച്ച് ഒരു സ്വപ്നം പോലെ ഒരു ബീച്ചിൽ ഉള്ള കുറച്ച് ഭാഗങ്ങളും റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് പ്രമോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.